നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾ ബുധനാഴ്ച മുതൽ, അതായത് നാളെ മുതൽ സർവീസ് നടത്തും. വിവിധ ട്രാവൽസുകൾക്കും സ്വന്തം നിലയ്ക്കും പ്രവാസി സംഘടനകളുമായും സഹകരിച്ചും സർവീസ് നടത്താം. ജസീറ എയർവേസും പ്രത്യേക വിമാനങ്ങൾ അയക്കുന്നുമുണ്ട്. വന്ദേ ഭാരത് മിഷനേക്കാൾ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും ചാർട്ടേഡ് വിമാനങ്ങളിൽ അധിക തുക നൽകി നാടണയാൻ ധാരാളം പേർ തയ്യാറായി നിൽക്കുകയാണ്. 80 ദിനാറാണ് വന്ദേ ഭാരത് മിഷനിലെ ടിക്കറ്റ് നിരക്ക് എന്നത്. എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് 115 ദിനാർ മുതൽ 135 ദിനാർ വരെ ഈടാക്കി വരികയാണ്. വന്ദേ ഭാരതത്തിന്റെ 4ാം ഘട്ടത്തിൽ കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് 12 വിമാനങ്ങളാണുള്ളത്. കേരളത്തിലേക്ക് 3 വിമാനവും ലഭ്യമാക്കുന്നുണ്ട്. ആദ്യ 3 ഘട്ടങ്ങളിലായി കേരളത്തിലേക്ക് 10 വിമാനവും ഇന്ത്യയിലാകെ 21 വിമാനവുമാണ് ഉണ്ടായിരുന്നത്. ഈ നിലയിൽ ഷെഡ്യൂൾ ചെയ്താൽ അത്യാവശ്യക്കാർക്ക് പോലും നാട്ടിലെത്താൻ മാസങ്ങളെടുക്കുന്ന സാഹചര്യത്തിലാണ് ചാർട്ടേഡ് വിമാനങ്ങൾ നാളെ മുതൽ സർവീസ് തുടങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും ചാർട്ടേഡ് വിമാനങ്ങൾ അനുഗ്രഹമായി മാറുകയാണ്. ജോലിയും വരുമാനവുമില്ലാതെ ഇവിടെ ദിവസങ്ങൾ തള്ളി നീക്കുക പ്രയാസകരം തന്നെയാണ്. അതുകൊണ്ടാണ് അധിക നിരക്ക് നൽകിയാണെങ്കിലും നാടണയാൻ പ്രവാസികൾ തയ്യാറാവുന്നത്. പ്രതിദിന വാണിജ്യ വിമാനങ്ങൾ വൈകാതെ ആരംഭിക്കുമെന്ന സൂചനയും പുറത്തു വന്നിട്ടുമുണ്ട്. 3 ഘട്ടങ്ങളിലായി കൊമേഴ്സ്യൽ വിമാന സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതായി കുവൈറ്റ് സേവനകാര്യ പാർലമെന്ററി കാര്യ മന്ത്രി മുബാറക് അൽ ഹാരിസ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. 1ാം ഘട്ടത്തിൽ 30%, 2ാം ഘട്ടത്തിൽ 60%, 3ാം ഘട്ടത്തിൽ പൂർണ്ണതോതിൽ എന്നിങ്ങനെ സാധാരണ നിലയിലേക്ക് പ്രവർത്തനങ്ങൾ തിരിച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യം. വിദേശ രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതനുസരിച്ച് വിമാന സർവീസിന് അനുമതി നൽകുമെന്ന് ഇന്ത്യൻ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വാണിജ്യ വിമാനങ്ങൾ വൈകാതെ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളേവരും കഴിഞ്ഞു പോരുന്നത്. അതേസമയം കുവൈറ്റിൽ നിന്ന് തിങ്കളാഴ്ച 22 വിമാനങ്ങളിലായി 4475 വിദേശികൾ തിരിച്ചെത്തി. കൈറോ, സോഹാഗ്, ലക്സർ, അലക്സാൻഡ്രിയ, ഇസ്ഫഹാൻ, തിരുച്ചിറപ്പള്ളി, കൊൽക്കത്ത, ഇവാൻറ്റോ, ലിലോങ്വ, ധാക്ക, ദോഹ എന്നിവിടങ്ങളിലേക്കാണ് വിമാന സർവീസ് നടത്തിയത്. കൂടുതൽ സർവീസുകൾ ഉണ്ടായിരുന്നത് ഈജിപ്തിലേക്കാണ്. കെയ്റോയിലേക്ക് മാത്രം 7 വിമാനങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ സൊഹാഗ്, ലക്സർ, അലക്സാൻഡ്രിയ എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് പൊതുമാപ്പിന് രജിസ്റ്റർ ചെയ്ത് ക്യാമ്പിൽ കഴിയുന്നവരെയാണ് സർവീസ് നടത്തിയത്. തിരുച്ചിറപ്പള്ളി വിമാനത്തിൽ 130 പേരും കൊൽക്കത്ത വിമാനത്തിൽ 212 പേരുമാണ് ഉണ്ടായിരുന്നത്. കുവൈറ്റ് എയർവേസ് ആണ് സർവീസ് നടത്തിയത്. വന്ദേ ഭാരത് മിഷന്റെ കേരളത്തിലേക്കുള്ള സർവീസുകൾ മെയ് 9-നും 12-നും കോഴിക്കോട്ടേക്കും 14-ന് കൊച്ചിയിലേക്കുമാണ് ഉള്ളത്. ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു, ലക്നൗ, ജയ്പൂർ, അമൃത്സർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കാണ് മറ്റ് സർവീസുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് ജയ്പൂരിലേക്ക് മാത്രം 2 സർവീസുകളാണുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.